ഗുഡ് മോർണിംഗ് ടു ഓൾ. ദെൻ ട്രിഗ്നോമെട്രിയുടെ ബാക്കി ക്ലാസ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ദെൻ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വിൽ ബി ദ സിംപ്ലിഫൈഡ് വാല്യൂ ഓഫ് sec a sec b plus tan a tan b square minus sec a tan b plus tan a sec b square. ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കറിയാം ഇത് എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ടേമിലാണ് രണ്ട് ടേമും കിടക്കുന്നത് അല്ലെ. ദെൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ ഇത് നോക്കിയേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. ഇതും സെക്കൻഡ് ടേമും എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ടേമിലാണ് ഉള്ളത്. ഇപ്പൊ ഈ ഫസ്റ്റ് ടേമിൽ എ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ടേമിൽ sec a sec b എന്ന് പറയുന്നത് എയും ദെൻ tan a tan b എന്ന് പറയുന്നത് ബിയും ആണ്. ദെൻ സെക്കൻഡ് ടേമിൽ sec a tan b എന്ന് പറയുന്നത് എയും tan a sec b എന്ന് പറയുന്നത് എന്താണ് ബിയും ആണ്. അപ്പൊ നമുക്ക് രണ്ട് ടേമിനെയും എന്ത് ഫോമിലേക്ക് മാറ്റി എഴുതാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഡഡ് ഫോമിലേക്ക് മാറ്റി എഴുതാം. സോ എന്തെഴുതാം, then sec a sec b plus tan a tan b ഹോൾ സ്ക്വയർ. ഫസ്റ്റ് നമുക്ക് ഈ ഫസ്റ്റത്തെ ടേമിനെ എന്താക്കി എഴുതാം, എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പൊ എങ്ങനെയാ വരിക, നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണല്ലോ. ദെൻ ഈ ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. എന്തെഴുതും, sec സ്ക്വയർ എ sec സ്ക്വയർ ബി സ്ക്വയർ ആണിത്. എ എന്ന് പറയുന്നത് എന്താ, sec a sec b ഹോൾ സ്ക്വയർ ആണ്. sec a sec b ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം, sec സ്ക്വയർ എ sec സ്ക്വയർ ബി പ്ലസ് ദെൻ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ tan a tan b ഹോൾ സ്ക്വയർ. tan a tan b ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം, tan a സ്ക്വയർ ഇൻറ്റു tan b സ്ക്വയർ. ഓക്കെ, പ്ലസ് എന്താണ് ഇനി ഉള്ളത്, 2 ഇൻറ്റു എ ബി. എ എന്ന് പറയുന്നത് എന്താണ്, sec a sec b. ബി എന്ന് പറയുന്നത് എന്താണ്, tan a tan b. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ എഴുതിയത്, ഫസ്റ്റത്തെ ഈ ക്വസ്റ്റ്യനിലുള്ള ഫസ്റ്റ് ടേമിനെ നമ്മൾ എന്താ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഓക്കെ, അതായത് ഫസ്റ്റ് ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ദെൻ സിമിലർലി നമുക്ക് ഇനി എന്ത് ചെയ്യണം, സെക്കൻഡ് ടേമിനെയും ഇതുപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. അപ്പൊ ഇനി എന്താണ്, ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ട് മൈനസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇനി സെക്കൻഡ് ടേമിനെ നമ്മൾ എന്ത് എഴുതാണ്, എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ദെൻ സെക്കൻഡ് ടേമിൽ എന്താണ്, sec a tan b ആണ് എ എന്ന് പറയുന്നത്, tan a sec b ആണ് എന്താണ് ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ എന്ത് വരും, sec a സ്ക്വയർ tan b സ്ക്വയർ. ഓക്കെ, പ്ലസ് ദെൻ ബി എന്ന് പറയുന്നത് tan സ്ക്വയർ എ എന്നിട്ട് എഴുതുക, 6 സ്ക്വയർ എ then tan സ്ക്വയർ ബി then tan സ്ക്വയർ എ 6 സ്ക്വയർ ബി പ്ലസ് ഇനി എന്താ 2ab എന്ന് വരിക. 2ab എ എന്ന് പറയുന്നത് എന്താ, sec a sec b. എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ഇൻറ്റു tan a sec b. സോറി, എ എന്ന് പറയുന്നത് sec a tan b ആണ്.
ഇൻറ്റു ബി എന്ന് പറയുന്നത് ടാൻ എ ഇൻറ്റു സീക്ക് ബി. ഓക്കെ, ദെൻ നോക്കിയേ, ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്ത് എന്തുണ്ട്? മൈനസ് ഉണ്ട്. ആ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ എന്ത് വരും? സീക്ക് സ്ക്വയർ എ ടാൻ സ്ക്വയർ ബി എന്ന് പറയുന്നത് മൈനസ് ആവും. ദെൻ ഈ മൈനസും ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള മൈനസും നമ്മൾ ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ. ദെൻ ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ സീക്ക് സ്ക്വയർ എ ടാൻ സ്ക്വയർ ബി എന്ന് പറഞ്ഞ ടേം മൈനസ് ആവും. ദെൻ പ്ലസ് ടാൻ സ്ക്വയർ എ സീക്ക് സ്ക്വയർ ബി എന്താവും? മൈനസ് ആവും. ദെൻ ഇവിടെ ഉള്ള പ്ലസ് ടു സീക്ക് എ ടാൻ ബി ടാൻ എ സീക്ക് ബി എന്താവും? മൈനസ് ആവും. അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. അപ്പൊ ഈ പ്ലസുകളൊക്കെ എന്താവും? മൈനസ് ആവും. ഓക്കെ, ഇനി നോക്കിയേ, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇവിടെ നോക്കിയേ, ടു സീക്ക് എ സീക്ക് ബി ടാൻ എ ടാൻ ബി. ഇവിടെ എന്തുണ്ട്? ടു സീക്ക് എ സീക്ക് ബി ടാൻ എ ടാൻ ബി. അപ്പൊ ഈ രണ്ട് ടേം എന്തായി? ക്യാൻസൽ ആയി. ഒന്ന് പ്ലസ് ആണ്, ഒന്ന് ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. സോ രണ്ട് ടേം എന്തായി? ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് ആ രണ്ട് ടേമും ഇവിടുന്ന് അങ്ങ് ഒഴിവാക്കി കളയാം. ഓക്കെ, ഈ രണ്ട് ടേമിനെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി കളയാണ്. ബാക്കി നമുക്ക് എന്തൊക്കെയാ ഉള്ളത്? അപ്പോ സീക്ക് സ്ക്വയർ എ സീക്ക് സ്ക്വയർ ബി പ്ലസ് ടാൻ സ്ക്വയർ എ ടാൻ സ്ക്വയർ ബി എന്നാണ് ഞാൻ എഴുതിയത്. സ്ക്വയർ എഴുതിയത് മാറിപ്പോയിട്ടുണ്ട്. നമ്മളെങ്ങനെ എഴുതുക? ടാൻ സ്ക്വയർ എ ടാൻ സ്ക്വയർ ബി എന്ന് എഴുതാം. പ്ലസ് ഫസ്റ്റ് ടേമിൽ ഉള്ളത് ഇതാണ്. ദെൻ സെക്കൻഡ് ടേമിൽ ഉള്ളത് എന്താണ്? മൈനസ്, ഞാൻ ഇവിടെ ഉള്ളത് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. സീക്ക് സ്ക്വയർ എ ടാൻ സ്ക്വയർ ബി മൈനസ് ഈ ടേം ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എഴുതിയെടുത്തു. ഇതിനുള്ളത് മൈനസ് ടാൻ സ്ക്വയർ എ ടാൻ സ്ക്വയർ എ സീക്ക് സ്ക്വയർ ബി. ഓക്കെ, അപ്പൊ ഈ ടേമും നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി എഴുതി. ഇനി നോക്കിയേ, ഈ ബ്രാക്കറ്റിന്റെ ഈ ടേം നോക്കിയേ, സീക്ക് സ്ക്വയർ എ ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ ടാൻ സ്ക്വയർ എയും ഇവിടെ ടാൻ സ്ക്വയർ ബി ആണ്. ദെൻ ഇവിടെയും ഒരു സീക്ക് സ്ക്വയർ എ ഉണ്ട്. അപ്പോൾ ആ രണ്ട് ടേമിൽ ഈ ടേമിൽ നിന്നും നമ്മൾ എന്താക്കുക? സീക്ക് സ്ക്വയർ എനെ നമ്മൾ എന്താണ്? പുറത്തേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ സീക്ക് സ്ക്വയർ എനെ പുറത്തേക്ക് എടുത്ത ബാക്കി എന്തുണ്ട്? സീക്ക് സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ ബി ആണല്ലോ. ഇനി ഈ രണ്ട് ടേം ഒന്ന് കൺസിഡർ ചെയ്തേ. ഇവിടെ രണ്ടിടത്ത് എന്ത് കോമൺ ഉണ്ട്? ടാൻ സ്ക്വയർ എ കോമൺ ആണ്. സോ ടാൻ സ്ക്വയർ എനെ നമ്മൾ മൈനസ് ടാൻ സ്ക്വയർ എനെ നമ്മൾ പുറത്തേക്ക് എടുത്താൽ ടാൻ സ്ക്വയർ എനെ നമ്മൾ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? പ്ലസ് ടാൻ സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ എ ഇൻറ്റു എന്ത് വരും? ഇവിടുന്ന് ടാൻ സ്ക്വയർ എ പോയാൽ ബാക്കി ടാൻ സ്ക്വയർ ബി മൈനസ് സി സ്ക്വയർ ബി. ഇവിടുന്ന് ടാൻ സ്ക്വയർ എ പോയി. ഓക്കെ, ഇതൊരു ലെങ്തി പ്രോസസ് ആയതുകൊണ്ട് കാണുമ്പോൾ നമുക്കൊരു വൃത്തി തോന്നുന്നില്ല. എനിവേ,
ദെൻ ഈ സെക്കൻഡ് ടേം ഒന്ന് നോക്കിയേ. ഇവിടെ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ സി സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ ബി എന്നാണ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ടാൻ സ്ക്വയർ ബി സി സ്ക്വയർ ബി എന്നാണ്. അപ്പോൾ ഈ സെക്കൻഡ് ടേമിൽ നിന്ന് നമുക്ക് മൈനസ് പുറത്തേക്ക് എടുക്കാൻ പറ്റിയാൽ അതും എന്താവും? സി സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ ബി ആവും. അപ്പൊ നമുക്ക് എന്താക്കാം? അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സി സ്ക്വയർ എ ഇൻറ്റു സി സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ ബി. ഇവിടെ പ്ലസ് ആണ്, അത് നമ്മൾ മൈനസ്, ഇതിന്റെ ഉള്ളിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് മൈനസ് ഓഫ് ടാൻ സ്ക്വയർ എ ഇൻറ്റു മൈനസ് പുറത്തേക്ക് എടുത്താല് ഓൾറെഡി മൈനസ് ആയ സിക്സ് സ്ക്വയർ ബി എന്താവും? പ്ലസ് ആവും. സോ സിക്സ് സ്ക്വയർ ബി ഓൾറെഡി പ്ലസ് ആയ ടാൻ സ്ക്വയർ ബി എന്താവും? മൈനസ് ആവും. ആണല്ലോ. ദെൻ രണ്ട് ടേമിലും സി സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ ബി കോമൺ ആയിട്ട് വന്നു. സോ അത് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ എന്ത് എഴുതും? സി സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ ബി രണ്ട് ടേമിൽ നിന്നും നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ബാക്കി എന്തുണ്ടാവും? ഫസ്റ്റ് ടേമില് സിക്സ് സ്ക്വയർ എ ബാക്കിയുണ്ട്. ദെൻ സെക്കൻഡ് ടേമിൽ എന്തുണ്ട്? മൈനസ് ടാൻ സ്ക്വയർ എ ബാക്കിയുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് എന്താണ്? പൈതഗോറിയൻ ഐഡന്റിറ്റിയിൽ വരുന്നതാണ്. അതായത് നമുക്കറിയാം എന്ത്? 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? ടാൻ സ്ക്വയർ ബി ആണ്. സോ 1 പ്ലസ് ടാൻ സ്ക്വയർ ബി എന്ന് ടാൻ സ്ക്വയർ ബിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ സിക്സ് സ്ക്വയർ ബി മൈനസ് 1 എന്ന് പറയും അല്ലേ? നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ ബി ഈക്വൽ ടു സിക്സ് സ്ക്വയർ ബി ആണ്. ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് എന്ത്? സിക്സ് സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ ബി എന്ന് പറയുന്നത് അത് എന്താണ്? 1 ആണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് 1 ആണ്. സെയിം ഇവിടെ എ എന്ന് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതും 1 ആണ്. അപ്പൊ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോ ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കണോ? ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ക്വസ്റ്റ്യനെ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോമിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ദെൻ സിക്സ് സ്ക്വയർ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് ടേം ആണ് ഇത്രയും ഭാഗം. ദെൻ സെക്കൻഡ് ടേം ഇത് ഇതിൽ സിക്സ് സ്ക്വയർ സിക്സ് സ്ക്വയർ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ എ ആയും ദെൻ ടാൻ സ്ക്വയർ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ ബിയും. ഇവിടെ ഇത് എന്ന് പറയുന്നത് 2ab. ഓക്കെ, ഏതാണ്? ബി ഇതാണ്. ദെൻ സെക്കൻഡ് ടേമിൽ എ എന്ന് പറയുന്നത് സി സ്ക്വയർ എ ടാൻ സ്ക്വയർ ബി എന്ന് പറയുന്നതും ദെൻ സെക്കൻഡ് ടേമിലെ ബി എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ എ സി സ്ക്വയർ ബി എന്നാണ്. ദെൻ ഇവിടെ 2ab. ഇവിടെ നോക്കിയ ഫസ്റ്റ് ഇതിൽ തന്നെ ഇവിടെ എല്ലാ ടേമും മൈനസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ ഫസ്റ്റിൽ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാ ടേമിലും എന്ത് വന്നത്? മൈനസ് വന്നത്. ഓക്കെ, ദെൻ സിക്സ് സ്ക്വയർ എനെ നമ്മൾ എന്താക്കി? കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു ഈ രണ്ട് ടേമിൽ നിന്ന്. സോ സിക്സ് സ്ക്വയർ ബി ടാൻ സ്ക്വയർ ബി വന്നു മൈനസ് ബാക്കി രണ്ട് ടേമിൽ നിന്ന് ടാൻ സ്ക്വയർ എ എന്താക്കി? പുറത്തേക്ക് എടുത്തു. സോ സി സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ ബി വന്നു. ഇവിടെ സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തത് മൈനസ് ടാൻ സ്ക്വയർ എ ആണ്. സോ രണ്ടിടത്തും സി സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ ബി വന്നു. അത് നമ്മൾ കോമൺ ആയി പുറത്തേക്ക് എടുത്തു. സോ എന്റെയും ബിന്റെയും ടേമിലുള്ള പൈതഗോറിയൻ ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ ഈക്വൽ ടു 1 ആണ് രണ്ടും. സോ 1 ഇൻറ്റു 1 1 ആണെന്ന് ആൻസർ കിട്ടി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സിംപ്ലിഫൈഡ് വാല്യൂ ഓഫ് cosec a sin a ഹോൾ സ്ക്വയർ പ്ലസ് sec a cos a ഹോൾ സ്ക്വയർ മൈനസ് cot a tan a ഹോൾ സ്ക്വയർ? ഓക്കെ,
നമ്മളെ ക്വസ്റ്റ്യൻ കിടുന്നത് ഏത് ഫോമിലാണ്? a - b ഹോൾ സ്ക്വയർ ടേമിലാണ് കിടുന്നത്. സോ നമുക്ക് എന്ത് ചെയ്താൽ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ a - b ഹോൾ സ്ക്വയർ ഫോമിൽ നമുക്ക് ക്വസ്റ്റ്യനെ മാറ്റി എഴുതാം. നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യന് cosec a minus sin a whole square plus sec a minus cos a whole square സോറി ഒന്ന് നോക്കട്ടെ. സോ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യന്. sec a minus sin square a sec a minus sin a whole square എന്താണ്? cosec a minus sin a whole square plus sec a minus cos a whole square minus cot a minus tan a whole square. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യന്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞത് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ a+b ഹോൾ സ്ക്വയർ ഫോമിലായിരുന്നു. ഇതെന്ന് പറയുന്നത് a - b ഹോൾ സ്ക്വയർ ഫോമിലാണ്. സോ ഫസ്റ്റ് ടേമിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എന്ത് വരും? a - b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ab എന്ന് വരും. സോ cosec സ്ക്വയർ a പ്ലസ് sin സ്ക്വയർ a മൈനസ് 2 cosec a sin a, അത് ഫസ്റ്റ് ടേം. then പ്ലസ് sec a cos a എങ്ങനെ വരും? sec സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a മൈനസ് 2 sec a cos a. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ടേം. ഓക്കെ, ദെൻ ബാക്കി എന്താ ഉള്ളത്? മൈനസ് കോട്ട് എ മൈനസ് ഓഫ് കോട്ട് എ മൈനസ് ടാൻ എ ഹോൾ സ്ക്വയർ. സോ മൈനസ് ഓഫ് എന്ത് വരും? കോട്ട് സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയർ എ മൈനസ് 2 കോട്ട് എ ടാൻ എ. ഓക്കെ, ഇത് തേർഡ് ടേം. ദെൻ നോക്കിയേ, നമുക്ക് ഇതിൽ ഏതൊക്കെയും ക്യാൻസൽ ചെയ്യാം, ഏതെല്ലാം ചേർത്ത് എഴുതാന്ന് നോക്കാം. സി സ്ക്വയർ എ സൈൻ സ്ക്വയർ എ, ഓക്കെ, അത് വിടുക. ദെൻ 2 cosec a sin a. cosec a എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin a ആണല്ലോ. അപ്പോ 1/sin a ഇൻറ്റു sin a എന്താവും? രണ്ടും ക്യാൻസൽ ആയി ഇവിടെ 1 ആവുമല്ലോ. അപ്പൊ cosec aയും sin aയും നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. സെയിം നമുക്ക് എന്ത് ചെയ്യാം? sec a എന്ന് പറയുന്നത് എന്താണ്? 1/cos a ആണ്. 1/cos a ഇൻറ്റു, അപ്പൊ cos a ഇൻറ്റു 1/cos a എന്തായിരിക്കും? cos a cos a ക്യാൻസൽ ആയി. സോ cos a യും sec a യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ സിമിലർലി cot a യും tan a യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ നമുക്ക് ഇനി എന്ത് ബാക്കിയുണ്ട് അവിടെ? cosec സ്ക്വയർ a പ്ലസ് സൈൻ സ്ക്വയർ a, അവിടെ ഒരു -2 ബാക്കിയുണ്ട്. ദെൻ പ്ലസ് sec സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a
അവിടെ എന്തുണ്ട്, ഒരു -2 ബാക്കിയുണ്ട്. ദെൻ ഈ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ഇനി എഴുതാൻ പോകുന്നത്. സോ എന്ത് വരും, മൈനസ് ഓഫ് കോഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് കോഡ് സ്ക്വയർ എ, മൈനസ് ഓഫ് പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് ടാൻ സ്ക്വയർ എ, ദെൻ മൈനസ് ഓഫ് -2 എന്ന് പറയുമ്പോൾ +2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് മാറ്റാം. ദെൻ ഇനി ബാക്കി എന്താ ഉള്ളത് നോക്കിയേ, ഇവിടെ ഒരു -2 ഉണ്ട്, ഇവിടെ ഒരു -2 ഉണ്ട്, ഇവിടെ ഒരു +2 ഉണ്ട്. സോ +2 -2 എന്തായി, ക്യാൻസൽ ആയി. ഇനി ബാക്കി ആരൊക്കെയുള്ളത് നോക്കിയേ, നമുക്ക് ആരൊക്കെ ചേർത്ത് എഴുതാം. നമുക്ക് കൊസീക് സ്ക്വയർ എനെയും കോഡ് സ്ക്വയർ എനെയും ചേർത്ത് എഴുതിയാൽ എന്ത് വരും, കൊസീക് സ്ക്വയർ എ മൈനസ് കോഡ് സ്ക്വയർ എ. ഓക്കെ, ദെൻ സീക് സ്ക്വയർ എന് മൈനസ് ടാൻ സ്ക്വയർ എ പ്ലസ് സീക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ. ഇനി ബാക്കി ആരാ ഉള്ളത്, പ്ലസ് സൈൻ സ്ക്വയർ എ ഉണ്ട്, പ്ലസ് കോസ് സ്ക്വയർ എ ഉണ്ട്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മളെ 3 പൈതഗോറിയൻ ഐഡന്റിറ്റീസും ഇവിടെ വന്നിട്ടുണ്ട്. 3ന്റെ ആൻസർ എന്താണ്, 1 ആണ്. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് 1 ആയി. ദെൻ സെക്കൻഡ് ടേം എന്തായി, 1 ആയി. ദെൻ തേർഡ് ടേം എന്തായി, 1 ആയി. ഓക്കെ, ദെൻ നമുക്ക് എന്തുണ്ട്, ഒരു -2 ബാക്കിയുണ്ട് ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു -2, ഒരു ഇവിടെ ഉള്ള +2 ഇവിടെ ഉള്ള +2 ആണ് ക്യാൻസൽ ആയി പോയത്. ദെൻ ഒരു -2 ബാക്കിയുണ്ട്, ആ -2 നമ്മൾ ഇവിടെ എഴുതി. ദെൻ 3 പൈതഗോറിയൻ ഐഡന്റിറ്റീസും കൂടിയിട്ട് 1 + 1 + 1 എന്ന് വന്നു. ദെൻ കോൺസ്റ്റന്റ് -2 ഉണ്ട്. അപ്പൊ എന്ത് കിട്ടി, 1 + 1 + 1 3, -2 = 1 എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് എങ്ങനെയാണ്, MNSP ഹോൾ സ്ക്വയർ ഫോമിലാണ്. സോ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ എ -2 സൈൻ സീക് എ സൈൻ എന്ന് എഴുതി. ദെൻ സീക് സ്ക്വയർ എ കോസ് സ്ക്വയർ എ -2 സീക് എ കോസ് എ എന്ന് എഴുതി. ദെൻ കോസ് സ്ക്വയർ എ ടാൻ സ്ക്വയർ എ +2 കോട്ട് എ ടാൻ എ എന്ന് എഴുതി. ദെൻ സീക് എയും സൈൻ എയും ക്യാൻസൽ ആയി പോയി. സിമിലർലി സീക് എയും കോസ് എയും ക്യാൻസൽ ആയി. ദെൻ കോട്ടയും ടാനയും ക്യാൻസൽ ആയി. ദെൻ ഓരോ ടേമും നമുക്ക് പൈതഗോറിയൻ ഐഡന്റിറ്റിയിലെ ഓരോ ടേമും നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ കൊസീക് സ്ക്വയർ എയും കോഡ് സ്ക്വയർ എനെയും നമ്മൾ ചേർത്ത് എഴുതി. ദെൻ സീക് സ്ക്വയർ എനെയും ടാൻ സ്ക്വയർ എനെയും നമ്മൾ ചേർത്ത് എഴുതി. ദെൻ സൈൻ സ്ക്വയറേയും കോസ് സ്ക്വയർ എയും ചേർത്ത് എഴുതി. ഇവിടെയുള്ള -2 ഒരു +2 ക്യാൻസൽ ആയി. ബാക്കി ഒരു -2 ഇവിടെ ബാക്കിയുണ്ട്, അതാണ് ഇവിടെ എഴുതിയത്. കൊസീക് സ്ക്വയർ എ മൈനസ് കോഡ് സ്ക്വയർ എ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ സീക് സ്ക്വയർ - എ ടി സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ. 3 പൈതഗോറിയൻ ഐഡന്റിറ്റീസ് ആണ്. 3ന്റെയും വാല്യൂ 1 1 ആണ്. ദെൻ കോൺസ്റ്റന്റ് -2 അവിടെ ഉണ്ട്. ദെൻ 1 + 1 + 1 -2, ദെൻ 3 -2, ദെൻ ആൻസർ ഈസ് 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഒരു അൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ തീറ്റയ്ക്ക് എന്ത് 45 കൊടുത്തിട്ട് ചെയ്തതാണ്. എല്ലാത്തിലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാതെ തീറ്റയ്ക്ക് 45 കൊടുത്ത്. സോ കോസിക് 45 എന്ന് പറയുമ്പോൾ എന്താ, സൈൻ 45 1/√2 ആണ്. ദെൻ കൊസിക് 45 √2 ആണ്. ദെൻ സൈൻ എ എന്ന് പറയുന്നത് 1/√2. ദെൻ സീക് എ എന്ന് പറയുന്നത് സെയിം √2 ആണ്. ദെൻ സീക് എ √2 ആവാൻ കാരണം എന്താണ്, കോസ് എ എന്ന് പറയുന്നത് എന്താണ് 1/√2 ആണ്. സോ സീക് എ √2 ആണ്, കോസ് എ എന്ന് പറയുന്നത് 1/√2. ദെൻ കോട്ട് എയും ടാൻ എയും
ആംഗിൾ അറ്റ് 45 ഡിഗ്രിയിൽ രണ്ടും 1 ആണ്. സോ 1 മൈനസ് 1 ഈ ടേം തന്നെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇതിനോട് ഉപകാരം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കുറെ എക്സ്പാൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെ ചെയ്തു എന്നുള്ളത് ആരും മൈൻഡ് ആക്കുന്നില്ല. ആൻസറിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മൾ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എല്ലാത്തിനും വാല്യൂ ഇട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ചെയ്തു. സോ നമുക്ക് എന്ത് ലാസ്റ്റ് കിട്ടി? √2 - 1/√2 ഹോൾ സ്ക്വയർ, √2 - 1/√2 ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 × √2 - 1/√2 ഹോൾ സ്ക്വയർ. സോ എന്താണ് 2 × √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2, then 1/√2 സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് 1/√2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2 മൈനസ് 2ab എന്ന് പറയുമ്പോൾ a എന്ന് പറയുന്നത് 2 × √2 × 1/√2. സോ √2 √2 ക്യാൻസൽ ആയി. then എന്ത് ബാക്കിയുണ്ട്? ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു -2 വന്നു, ഇവിടെ ഒരു 2 വന്നു, രണ്ടും ക്യാൻസൽ ആയി. സോ ബാക്കി എന്താ ഉള്ളത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2 × 1/2 എന്ന് കിട്ടി. സോ ആൻസർ ഈസ് 1. ഓക്കെ, മനസ്സിലായില്ലേ ചെയ്തത്? ഒന്നുകൂടി ഒന്ന് പറയാം. ഇവിടെ നോക്കിയ ടാനിന്റെയും കോട്ടിന്റെയും ടേം ഓൾറെഡി ക്യാൻസൽ ആയി. ദെൻ ബാക്കി നമുക്കുള്ള √2 - 1/√2 ഹോൾ സ്ക്വയറും √2 - 1/√2 ഹോൾ സ്ക്വയറും. അത് പറഞ്ഞാൽ 2 √2 - 1/√2 ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് 2 × എന്ത് എഴുതാം? √2 - 1/√2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് എന്ന് പറയുന്നത് എന്താണ്? a - b ഹോൾ സ്ക്വയർ ടേമിലല്ലേ? a - b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ab ആണല്ലോ. സോ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? √2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി 2 തന്നെ വന്നു. ഓക്കെ, അപ്പൊ പുറത്തുള്ള ഒരു 2 ഓൾറെഡി പുറത്തൊരു 2 ഉണ്ട്. ദെൻ √2 സ്ക്വയറിന്റെ 2 വന്നു പ്ലസ് 1/√2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/1ന്റെ സ്ക്വയർ 1, ദെൻ √2ന്റെ സ്ക്വയർ 2, ദെൻ 2 × ab എന്ന് പറയുമ്പോൾ √2 ആണ്. √2 × 1/√2 1/√2 √2 ക്യാൻസൽ ആയി. സോ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു -2 വന്നു, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു സെൻട്രൽ ഒരു 1/2 ഉണ്ട്. സോ ഇവിടുത്തെ +2ഉം ഇവിടുത്തെ -2ഉം ക്യാൻസൽ ആയി പോയി. ദെൻ ബ്രാക്കറ്റിന് പുറത്തൊരു 2 ഉണ്ട്. 2 × ഉള്ളിൽ എന്താ ബാക്കിയുള്ളത്? 1/2 ആണ് ബാക്കിയുള്ളത്. സോ 2 × 1/2 എന്ന് പറയുമ്പോൾ 1 ആണ്, ആണല്ലോ. സോ ആൻസർ കിട്ടിയില്ലേ? ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് ഒരു എളുപ്പ വഴിയാണ്. അങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് what is the value of c square c raised to 40 minus tan raised to 40 if
square theta plus tan square theta equal. സോ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാന്നാ പറഞ്ഞേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ടേമിൽ എഴുതാം. സോ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ തീറ്റയും ബി സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റയാണ്. സോ നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതാണ്. സോ സീക്ക് റൈസ് ടു 4 തീറ്റ മൈനസ് സീക്ക് റൈസ് ടു tan raised to 4 theta equal to എന്ത് എഴുതാം? tan 6 square theta plus tan square theta into എന്ത് എഴുതാം? 6 square theta minus tan square theta എന്ന് എഴുതാലോ? Then നമുക്ക് എന്ത് കിട്ടി? ഇത് നോക്കിയ സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റയും സി സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ് അല്ലേ? നമ്മൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സി സ്ക്വയർ തീറ്റ ആയതുകൊണ്ട്. സോ ബാക്കി നമുക്ക് എന്താ വരുന്നത്? ഇതെന്ന് പറയുന്നത് 1 ആയി. അപ്പൊ 1 ഇൻറ്റു സി സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? സി സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 7/12 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ആൻസർ ഈസ് 1 ഇൻറ്റു 7/12 ഈക്വൽ ടു 7/12 ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് പറയാം, സി റൈസ് ടു 4 തീറ്റ മൈനസ് ടാൻ റൈസ് ടു 4 തീറ്റനെ സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സി സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. പൈതഗോറിയൻ ഐഡന്റിറ്റി പ്രകാരം ഇത് 1 ആയി. സോ ബാക്കി സി സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണ് ഉള്ളത്. അതെന്ന് പറയുന്നത് 7/12 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 1 ഇൻറ്റു 7/12 ഈക്വൽ ടു 7/12. ആൻസർ ഈസ് 7/12. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് സ്ക്വയർ 20 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 70 ഡിഗ്രി? അപ്പൊ കോസ് സ്ക്വയർ 20 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 70 ഡിഗ്രി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. കോസ് സ്ക്വയർ 20 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 70 ഡിഗ്രി. ഓക്കെ, ഇവിടെ നോക്കിയ രണ്ടും സ്ക്വയറിന്റെ ടേമിലാണ് എഴുതുന്നത്. അപ്പൊ രണ്ടും കോസ് ആണ്, സെയിം ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇതിന് ഇപ്പൊ കോസ് സ്ക്വയറും സൈൻ സ്ക്വയറും ആണെങ്കിൽ നമുക്ക് എന്താണ് പൈതഗോറിയൻ ഐഡന്റിറ്റി പ്രകാരം അതിനെ 1 ആക്കാം. അപ്പൊ എങ്ങനെ ഏതെങ്കിലും ഒരു ടേമിനെ നമുക്ക് സൈൻ ആക്കാൻ പറ്റും നോക്കാം. അപ്പൊ കോസ് സ്ക്വയർ 20 അതുപോലെ എഴുതി, ദെൻ പ്ലസ്
നോക്കിയേ കോസ് സ്ക്വയർ 70 നമുക്ക് എന്ത് എഴുതാം? കോസ് സ്ക്വയർ 70 എന്ന് പറഞ്ഞാൽ എന്താണ്? 90 മൈനസ് 20 ആണല്ലോ. അപ്പൊ കോസ് പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ ആണല്ലോ. അപ്പൊ നമുക്ക് അതിന് എന്ത് എഴുതാം? കോസ് സ്ക്വയർ 20 പ്ലസ് കോസ് കോസ് π/2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ ആണ്. സോ കോസ് സ്ക്വയർ 90 മൈനസ് 20 നമുക്ക് എന്ത് എഴുതാം? സൈൻ സ്ക്വയർ 20 എന്ന് എഴുതാം. സോ കോസ് സ്ക്വയർ 20 പ്ലസ് സൈൻ സ്ക്വയർ 20 എന്താണ്? പൈതഗോറിയൻ ഐഡന്റിറ്റി ആണ്. സോ ആൻസർ ഈസ് 1 ആണ്. ഓക്കെ, ഓക്കെ, ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാണ്. നോക്കിയേ കോസ് സ്ക്വയർ 20 കോസ് സ്ക്വയർ 70. സോ കോസ് സ്ക്വയർ 20 കോസ് സ്ക്വയർ 90 മൈനസ് 70 സ്ക്വയർ എന്ന് എഴുതി. ഞാൻ ചെയ്തത് 70 മാറ്റി എഴുതി, ഇവിടെ ചെയ്തത് 20 മാറ്റി എഴുതി. സോ കോസ് സ്ക്വയർ 90 മൈനസ് 70 എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ സ്ക്വയർ 70 ആണ്. സോ ആൻസർ രണ്ടായാലും പൈതഗോറിയൻ ഐഡന്റിറ്റി ആണ്, 1 ആണ്. ഞാൻ ചെയ്തപ്പോൾ 70 ആണ് മാറ്റി എഴുതിയത്, ഇവിടെ തന്നിട്ടുള്ളത് 20 മാറ്റി എഴുതിയിട്ടുള്ളതാണ്. എനിവേ ആൻസർ ഈസ് 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. If r cos theta equal to √3 and r sin theta equal to 1, what is the value of r square tan theta? r cos theta എന്ന് പറയുന്നത് √3 ആണ് തന്നിട്ടുണ്ട്, r sin theta എന്ന് പറയുന്നത് 1 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ r square tan theta എന്താണെന്ന് കാണാൻ പറഞ്ഞു. സോ ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആയിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ then 1 divided by 2 ചെയ്ത് നോക്കിയേ. 1 divided by സോ സോറി, നമുക്ക് എന്താണ് 1ൽ എന്താ ഉള്ളത്? കോസും 2ല് സൈനും ഉള്ളത്. ടാൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം സൈൻ ബൈ കോസ് എന്താണ്? ടാൻ ആണ്. സോ 2/1 ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? r സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r കോസ് തീറ്റ ഈക്വൽ ടു എന്താണ്? 1/√3 ആണ്. സോ ഇവിടെ ചെയ്തത് ചെറിയൊരു തെറ്റുണ്ട്. ഓക്കെ, നമ്മൾ 2/1 ആണ് ചെയ്യുന്നത്. ആറും ക്യാൻസൽ ആയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/√3 എന്ന് കിട്ടി. ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/√3 ആണ് തന്നെ. സോ ടാൻ തീറ്റ 1/√3 ആണെന്നുണ്ടെങ്കിൽ തീറ്റ എന്താണ്? നമുക്കറിയാം 30 ഡിഗ്രി ആണ്. എങ്ങനെയാണ്? സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 30 എന്ന് പറയുന്നത് 1/2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 30 എന്ന് പറയുന്നത് √3/2. സോ 2 2 ക്യാൻസൽ ആയി. 1/√3 ടാൻ തീറ്റ 1/√3 ആണെന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് നമുക്ക് കിട്ടി ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യനിലെ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു. ദെൻ തീറ്റന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കുക. ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/√3 ആയതുകൊണ്ട് തീറ്റ ഈക്വൽ ടു എന്താണ്? 30 ഡിഗ്രി ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ദെൻ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്. r സൈൻ തീറ്റയ്ക്ക് പകരം 30 ഡിഗ്രി ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോ r സൈൻ 30 എന്താണ്? 1/2 ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ r എന്ന് പറയുന്നത് എന്താവും? ഈ 2 ഇപ്പുറം പോകുമ്പോ 2 ആവും.
അല്ലെ, ഡിവൈഡ് ബൈ 2 അപ്പുറം പോകുമ്പോൾ ഇൻറ്റു 2, അപ്പൊ r ഈക്വൽ ടു 2 ആണെന്ന് കിട്ടി. ദെൻ തീറ്റയും കിട്ടി, തീറ്റയും കിട്ടി, ആറും കിട്ടി. ദെൻ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആർ സ്ക്വയർ ടാൻ തീറ്റന്റെ വാല്യൂ നമുക്ക് കണ്ടെത്താം. സോ ആർ സ്ക്വയർ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ഇൻറ്റു ടാൻ തീറ്റ 1/√3. അപ്പൊ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? 2 സ്ക്വയർ എന്താണ്? 4. സോ ആൻസർ ഈസ് 4/√3. ഓക്കെ, ജസ്റ്റ് കാണിക്കാം. ഇവിടെ ആർ കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ സൈൻ തീറ്റ എന്നാ ചെയ്തത്. ആറും ക്യാൻസൽ ആയി, ഇവിടെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞിട്ടാണ് വരിക. എനിവേ കോട്ട് തീറ്റ ആയാലും നമുക്ക് കോട്ട് തീറ്റ എന്ന് പറഞ്ഞിട്ട് √3 എന്ന് കിട്ടും. കോട്ട് തീറ്റ √3 ആണെങ്കിൽ ടാൻ തീറ്റ എന്താണ്? 1/√3 ആണ്. ഓക്കെ, ഞാൻ കാണിക്കാം. ഇവിടെ നോക്കിയ, ഇവിടെ ക്വസ്റ്റ്യനില് ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ, ആർ സൈൻ തീറ്റ എന്നാ ചെയ്തത്. അതായത് ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ആ ചെയ്തത്. സോ നമുക്ക് എന്ത് കിട്ടും? √3/1 എന്നാ കിട്ടുക. സോ ആറും ക്യാൻസൽ ആയി, കോട്ട് തീറ്റ എന്നാ വരിക. കോട്ട് തീറ്റ ഈക്വൽ ടു √3 എന്ന് വരും. കോട്ട് തീറ്റ √3 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ടാൻ തീറ്റ 1/√3 ആണ്. സോ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രി ആണ്. സോ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായി? ഇതാ കണ്ടോ, ഈ ഇക്വേഷനില് തീറ്റയ്ക്ക് 30 ഡിഗ്രി കൊടുത്തു. സോ r × 1/2 ഈക്വൽ ടു 1 കിട്ടി. സോ r ഈക്വൽ ടു 2 കിട്ടി. ദെൻ ആറിന്റെയും തീറ്റന്റെയും വാല്യൂ ആർ സ്ക്വയർ ടാൻ തീറ്റയില് പുട്ട് ചെയ്തു. സോ ആൻസർ ഈസ് എന്ത്? 2 സ്ക്വയർ ഇൻറ്റു ടാൻ 30 ഡിഗ്രി, 2 സ്ക്വയർ ഇൻറ്റു ടാൻ 30 ഡിഗ്രി എന്ന് കിട്ടി. ടാൻ 30 1/√3 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. സോ 4/√3 ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. ജസ്റ്റ് ഫോർമുലാസുകൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു സോൾവ് ട്രിഗ്നോമെട്രി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് വാല്യൂ ഓഫ് ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ മൈനസ് സിക്സ് സ്ക്വയർ എ ഇൻറ്റു കൊസീക് സ്ക്വയർ എ വേർ 0 ഡിഗ്രി ലെസ് ദാൻ എ ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ മൈനസ് സിക്സ് സ്ക്വയർ എ ഇൻറ്റു കൊസീക് സ്ക്വയർ എന്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യന്? ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ മൈനസ് സിക്സ് സ്ക്വയർ എ ഇൻറ്റു കൊസീക് സ്ക്വയർ എന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യന്. നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ചില പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യരുത്, വെറുതെ കിടന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് കളിക്കരുത്. ഇതെന്ന് പറയുന്നത് നമ്മളെ +1 +2 സ്കൂൾ എക്സാം ഒന്നല്ല, നമുക്ക് പെട്ടെന്ന് ജോബ് ക്രാക്ക് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അതായത് സ്കോർ നേടുക എന്നുള്ളത്. അപ്പൊ എങ്ങനെയെങ്കിലും എത്രയും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നമ്മൾ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് കാര്യം. സോ പറ്റുകയാണെങ്കിൽ വാല്യൂസ് പുട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് വാല്യൂസ് പുട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വാല്യൂ പുട്ട് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ളതും 45 ആണ്. കാരണം എന്താണ്? ടാനും കോട്ടും ഒക്കെ 1 ആണ്. ദെൻ സൈനും കോസിനും സെയിം വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? തീറ്റയ്ക്ക് 45 ഡിഗ്രി കൊടുക്കുമ്പോഴാണ്. സോ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, തീറ്റയ്ക്ക് 45 ഡിഗ്രി കൊടുക്കുകയാണ്. സോ ടാൻ സ്ക്വയർ 45 പ്ലസ്
cot square 45 minus sec square 45 into cosec square 45. ഓക്കെ, അപ്പൊ tan സ്ക്വയർ 45 1 ആണ്. സോ സ്ക്വയർ ആവുമ്പോ എന്താണ് അത് 1 ആണ്, 1 സ്ക്വയർ പ്ലസ് കോട്ട് എന്താണ് 1 സ്ക്വയർ ആണ്. ദെൻ സീക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം കോസ് 45 എത്രയാണ്, നമുക്കറിയാം cos 45 ഈക്വൽ ടു sin 45 ഈക്വൽ ടു എത്രയാണ് 1/√2 ആണ്. സോ എന്ത് നമുക്ക് എന്ത് പറയാം, 645 ഉം cosec 45 എന്താണ് ഈക്വൽ ടു √2 ആണെന്ന് പറയാം, ആണല്ലോ. സോ നമുക്ക് ആൻസർ എന്ത് എഴുതാൻ പറ്റും, 6/45 ഇവിടെ മൈനസ് ഓൾറെഡി ഉള്ള മൈനസ് ആണ്, √2 സ്ക്വയർ ഇൻറ്റു √2 സ്ക്വയർ. അപ്പൊ എന്താണ് 1 + 1 2 മൈനസ് 2 സ്ക്വയർ എന്താണ് 2 ആണ്, 2 സ്ക്വയർ √2 സ്ക്വയർ കേട്ടോ. സോ സ്ക്വയറും റൂട്ടും കൂടി ക്യാൻസൽ ആയി പോയി. സോ 2 × 2 എന്താണ് 4 ആണ്. സോ 2 - 4 എന്ന് പറയുന്നത് എന്താണ് -2. ഓക്കെ, ആൻസർ എങ്ങനെ വന്നത് മനസ്സിലായല്ലോ. സോ ഞാൻ ജസ്റ്റ് കാണിക്കാം. നോക്കിക്കേ, tan സ്ക്വയർ 45 cot സ്ക്വയർ 45 മൈനസ് sec സ്ക്വയർ 45 ഇൻറ്റു cosec സ്ക്വയർ 45. tan സ്ക്വയർ 45 1 സ്ക്വയർ, then cot സ്ക്വയർ 45 1 സ്ക്വയർ, then sec സ്ക്വയർ 45 √2 സ്ക്വയർ, cosec സ്ക്വയർ 45 √2 സ്ക്വയർ, then 1 + 1 2, then √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 വരും, ഇൻറ്റു √2 സ്ക്വയർ പറയുമ്പോൾ 2 വരും, 2 × 2 4, 2 - 4 -2, ആൻസർ ഈസ് -2. then നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിയേ. If the value of tan square theta plus tan raised to 4 theta equal to 1, what will be the value of cos square theta plus cos raised to 4 theta? അപ്പോ എന്താണ് ക്വസ്റ്റ്യൻ, tan square theta plus tan raised to 4 theta എന്ന് പറയുന്നത് എന്താണ് 1 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ cos square theta plus cos raised to 4 theta എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, tan സ്ക്വയർ തീറ്റ പ്ലസ് tan റൈസ് ടു 4 തീറ്റ ഈക്വൽ ടു 1 എന്നാണ്. സോ രണ്ടിലും tan തീറ്റ എന്താണ് കോമൺ ആണ്, tan സ്ക്വയർ തീറ്റ കോമൺ ആണ്. എന്താണ് നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണുള്ളത്, tan സ്ക്വയർ തീറ്റ പ്ലസ് tan റൈസ് ടു 4 തീറ്റ ആണ്. അപ്പൊ രണ്ടിന്ന് നമ്മൾ tan സ്ക്വയർ തീറ്റ പുറത്തേക്ക് എടുത്തു, 1 + tan സ്ക്വയർ തീറ്റ എന്ന് കിട്ടി, ഈക്വൽ ടു എന്താണ് 1 ആണല്ലോ. ഓക്കെ, then 1 + tan സ്ക്വയർ തീറ്റ എന്താണ് 1 ആണ്. സോറി, 1 + tan സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പൈതഗോറിയൻ ഐഡന്റിറ്റി പ്രകാരം sec സ്ക്വയർ തീറ്റ ആണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, tan സ്ക്വയർ തീറ്റ ഇൻറ്റു sec സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്, ഇത് എന്ന് പറയുന്നത് പൈതഗോറിയൻ ഐഡന്റിറ്റി പ്രകാരം sec സ്ക്വയർ തീറ്റ ആണ്. സോ
ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സിക്സ് സ്ക്വയർ തീറ്റ തന്നെ ഈക്വൽ ടു സൈനിന്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ 1/6 സ്ക്വയർ തീറ്റ എന്ന് വരും. സോ 1/6 സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് സ്ക്വയർ തീറ്റ ആണ്. ഓക്കെ, അപ്പൊ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് കിട്ടി. നമുക്ക് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യാനുള്ളത് എന്താണ്? ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ കോസ് സ്ക്വയർ തീറ്റ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഈ കോസ് റേസ് ടു 4 തീറ്റ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. സോ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ദെൻ കോസ് സ്ക്വയർ തീറ്റനെ നമ്മൾ എന്ത് എഴുതി? ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഇവിടെ ഒരു സ്ക്വയറും കൂടി വരും ആണല്ലോ. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സംഭവം തന്നെയാണ് അല്ലേ? ഇപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഓൾ റേസ് ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁴ തീറ്റ. ഇത് എന്ന് പറയുന്നത് 1 ആണെന്ന് ഇക്വേഷനിൽ തന്നതാണ്. സോ ആൻസർ ഈസ് 1. ഞാൻ കാണിക്കാം. നമ്മള് പ്രോബ്ലംസ് എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിന് ആൻസർ നമുക്ക് കിട്ടും. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് നല്ലോണം വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ പരിചയപ്പെടണം. സോ ഇവിടെ എന്താ ചെയ്തത്? നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നത് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 10⁴ തീറ്റ ഈക്വൽ ടു 1 എന്നാണ്. സോ അതിൽ നിന്ന് രണ്ട് ടേമിനും ടാൻ സ്ക്വയർ തീറ്റ പുറത്തേക്ക് എടുത്തു. ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ കിട്ടി. സോ പൈതഗോറിയൻ ഐഡന്റിറ്റി പ്രകാരം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ സിക്സ് സ്ക്വയർ തീറ്റ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 കിട്ടി. ദെൻ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1/6 സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഓക്കെ, ദെൻ 1/6 സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ ആണ്. സോ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാനുള്ളത് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് റേസ് ടു 4 തീറ്റ ആണ്. സോ കോസ് സ്ക്വയർ തീറ്റനെ കോസ് സ്ക്വയർ തീറ്റ എന്നും കോസ് റേസ് ടു 4 തീറ്റനെ കോസ് സ്ക്വയർ തീറ്റ റേസ് ടു 2 എന്ന് എഴുതി. സോ ടാൻ സ്ക്വയർ തീറ്റ ആണ് കോസ് സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ ആണ് നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്തതാണ്. സോ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം ടാൻ സ്ക്വയർ തീറ്റ കൊടുക്കുമ്പോൾ ഇവിടെ ടാൻ സ്ക്വയർ സ്ക്വയർ തീറ്റ എന്നാണ്. അപ്പോൾ 10⁴ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടി. സോ ഇത് 1 ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. സോ ആൻസർ ഈസ് 1. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. For sin square theta equal to 3 and theta is positive acute angle, what is the value of tan theta minus 4 theta എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 3/4 ആയിരിക്കും. സോ സൈൻ തീറ്റ എന്തായിരിക്കും? √3/4. ആൻസർ എന്താണ്? √3 4 അപ്പൊ സൈൻ തീറ്റ √3/2 ആണെന്നുണ്ടെങ്കിൽ തീറ്റ എന്താണ്? 60 ഡിഗ്രി ആണ് അല്ലെ? സോ ജസ്റ്റ് പുട്ട് ദ വാല്യൂ ഓഫ് 60 ഡിഗ്രി ഇൻ ദ ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് എഴുതാം?
നമുക്ക് എന്ത് കിട്ടി? തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് കിട്ടി. ദെൻ നമുക്ക് തീറ്റയുടെ വാല്യൂ നമ്മൾ ടാൻ തീറ്റ മൈനസ് കോട്ട് തീറ്റ ബൈ 2 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് തീറ്റന്റെ വാല്യൂ പുട്ട് ചെയ്യാം. ടാൻ 60 മൈനസ് കോട്ട് 60/2 എന്ന് പറയുമ്പോൾ എന്താണ്? കോട്ട് 30. ഓക്കെ, അപ്പോൾ ടാൻ 60 എന്താണ്? √3 ആണ്. കോട്ട് 30 എന്താണ്? √3 ആണ്. അപ്പൊ √3 മൈനസ് √3 എന്താണ്? 0. ആൻസർ is 0. ഓക്കെ, ടാൻ 60ന്റെ വാല്യൂം കോട്ട് 30ന്റെ വാല്യൂം ഈക്വൽ ആയിരിക്കും. സെയിം കോട്ട് 30ന്റെ വാല്യൂ ടാൻ 60ന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഞാൻ പറയാം. ടാൻ 30 ഈക്വൽ ടു കോട്ട് 60 ഈക്വൽ ടു എന്താണ്? 1/√3 ആണ്. സിമിലർലി ടാൻ 60 ഈക്വൽ ടു കോട്ട് 30 ഈക്വൽ ടു എന്താണ്? √3 ആണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഫോർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 3 ആണ് തന്നിട്ടുണ്ട്. സോ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 3/4 ആണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് √3/2 ആണ്. സോ തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സോ തീറ്റന്റെ വാല്യൂ നമ്മൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. സോ തീറ്റ പുട്ട് ചെയ്യുമ്പോൾ ടാൻ 60 മൈനസ് കോട്ട് 60/2. സോ ടാൻ 60 മൈനസ് കോട്ട് 30. ടാൻ 60യും കോട്ട് 30യും എന്താണ്? √3 ആണ്. സോ √3 മൈനസ് √3 എന്ന് പറയുമ്പോൾ ആൻസർ is 0. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് ദ വാല്യൂ ഓഫ് സൈൻ എ പ്ലസ് കൊസീക് എ ഈക്വൽ ടു 2, then what is the value of സൈൻ 7a പ്ലസ് കൊസീക് 7a? ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ എ പ്ലസ് കൊസീക് എ എന്ന് പറയുന്നത് 2 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ 7a പ്ലസ് കൊസീക് 7a വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് ട്രൈ. അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂസ് പുട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ എന്താ? സൈനും കൊസീക്കും തന്നിട്ടുള്ളത്. അപ്പൊ സൈനിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ എന്താണ്? സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. സോ എക്ക് പകരം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? 90 പുട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് നമ്മൾ ഏത് വാല്യൂ ആണ് കൊടുക്കുന്നത് അത് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ സൈൻ എ കൊസീക് എ ഈക്വൽ ടു 2 എന്നുള്ളതിൽ എക്ക് പകരം 90 വെച്ചെടുത്തേക്ക്. രണ്ടിലും എക്ക് എന്ത് കൊടുക്കുക? 90 കൊടുക്കുമ്പോ എന്താണ്? സൈൻ എ എന്ന് പറയുന്നത് സൈൻ 90 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഞാൻ പറയാം, സൈൻ 90 എന്താണ്? 1 ആണ്. സോ എന്താണ്? കൊസീക് 90 എന്താണ്? 1 ആണ് അല്ലെ? അപ്പോ നമ്മളെ ക്വസ്റ്റ്യനിലുള്ള 1 + 1 ഈക്വൽ ടു എന്താണ്? 2 ആണ്. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. സോ നമുക്ക് എന്ത് ചെയ്യാം? എക്ക് 90 ഇട്ടിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് മനസ്സിലായി. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? സൈൻ 7a പ്ലസ് കൊസീക് സോറി ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. 7a ആണോ അതോ റേസ്ഡ് പവർ ആയിട്ടാണോ 7 കൊടുത്തിട്ടുള്ളത്?
പവർ ആയിട്ടാണ് കേട്ടോ 7 കൊടുക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനില് കൊടുത്തിട്ടുള്ളത് 7, അത് പൊസിഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. ശരിക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ റേസ് ടു 7a പ്ലസ് കൊസേക്ക് റേസ് ടു 7a ആണ് ട്ടോ കാണാനുള്ളത്. അതെന്താണെന്നാണ് ക്വസ്റ്റ്യന്. സോ നമ്മള് എക്ക് 90 പുട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. സൈൻ റേസ് ടു 7 90 പ്ലസ് കൊസേക്ക് റേസ് ടു 7 90 ഈക്വൽ ടു എന്താണ്? സൈൻ 90 1 ആണ്, 1 റേസ് ടു 7 പ്ലസ് ഇവിടെയും 1 ആണ്, 1 റേസ് ടു 7 ഈക്വൽ ടു എന്താണ്? 1 റേസ് ടു ഏതും എന്താണ്? 1 ആണ്. 1 പ്ലസ് 1 ഈക്വൽ ടു 2 ആണ് ആൻസർ. ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, സോറി. Then next question നോക്കിക്കേ. The value of 2 tan 30 degree divided by 1 plus tan square 30 degree എന്താണെന്ന ക്വസ്റ്റ്യൻ. ഇത് നോക്കിയേ, ഏത് ഫോമില ഇതെന്നുള്ളേ? 2 tan theta divided by 1 plus tan square theta. ഇത് നമുക്ക് അറിയുന്ന ഫോമുലയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എന്ന് പറയുന്നത് എന്താണ്? സൈൻ 2 തീറ്റന്റെ വാല്യൂ അല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് 30 ഡിഗ്രി ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇത് എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ ആണ്. ദാറ്റ് മീൻസ് സൈൻ 2 ഇൻറ്റു 30 ആണ്. ദാറ്റ് മീൻസ് സൈൻ 60 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ സൈൻ 60 ഡിഗ്രി എന്താണ്? 2/√3 ആണ്. ഇവിടെ നമുക്ക് സൈൻ 16 തന്നെയാണ് ആൻസറിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ നമുക്ക് ഫോർമുലാസ് അറിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതിൽ വേറെ മെത്തേഡിലാണ് ചെയ്തത് എങ്കിലും ഞാൻ പറയാണ്, നമുക്ക് ഫോർമുല തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഫോർമുല നമ്മൾ അത്രയും ഫെമിലർ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് സൈൻ 2 തീറ്റയിലേക്ക് എത്താൻ കഴിഞ്ഞത്. തീറ്റ എന്ന് പറയുന്നത് ഓൾറെഡി 30 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഒറ്റയടിക്ക് സൈൻ 2 തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ 60 ആണ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ വേറൊരു മെത്തേഡിൽ കാണിച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇവിടെ ഇപ്പൊ ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്ന് ചോദിച്ചാല്, നമുക്ക് തീറ്റ ഏതാന്ന് തന്നിട്ടുണ്ടല്ലോ. സോ tan 30 എന്ന് പറയുന്നത് 1/√3 എന്നുള്ളത് ഇതിൽ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുത്തതാണ്. സോ 2 ഇൻറ്റു 1/√, tan 30ക്ക് 1/√3 കൊടുത്തു. ദെൻ 1 പ്ലസ് tan സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ 1/√3 സ്ക്വയർ എന്ന് കിട്ടി. ദെൻ 2 ഇൻറ്റു 1/√3 2√3. ദെൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/3 എന്ന് കിട്ടി. സോ 6/4/√3 ദെൻ √3/2. √3/2 എന്ന് പറയുമ്പോൾ സൈൻ എന്താണ്? സൈൻ 60. ഇതിപ്പോ നമ്മള് ആൻസറിൽ എത്തി, ദെൻ തിരിച്ച് പിന്നെയും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് അതിനെ നമുക്ക് സൈൻ 2 തീറ്റ ആണെന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് ഒറ്റയടിക്ക് വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ദെൻ ദ വാല്യൂ ഓഫ് സൈൻ 30 ഡിഗ്രി പ്ലസ് കോസ് 60 ഡിഗ്രി മൈനസ് സൈൻ 60 ഡിഗ്രി പ്ലസ് കോസ് 30 ഡിഗ്രി എന്താണെന്നാണ് ക്വസ്റ്റ്യന്. ജസ്റ്റ് വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് നമുക്ക് ടേബിൾ അറിയാവുന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. ദെൻ കോസ് 60 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. മൈനസ് സൈൻ 60 എന്ന് പറയുന്നത് എന്താണ്? √3/2 ആണ്. കോസ് 30 എന്ന് പറയുന്നത് എന്താണ്? √3/2 ആണ്.
പ്ലസ് √3/2 ഇത് ബ്രാക്കറ്റിലാണ്. സോ നമുക്ക് എന്ത് കിട്ടി? 1/2 പ്ലസ് 1/2 1 മൈനസ് 2 ഇൻറ്റു √3/2 എന്ന് പറയുമ്പോൾ 2 2 ക്യാൻസൽ ആയി 1 മൈനസ് √3 ആൻസർ കിട്ടി. ഓക്കെ, ആൻസറിൽ ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 1 മൈനസ് √3 ആണ് ആൻസർ. പക്ഷെ അവിടെ 1 പ്ലസ് √3 ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് സെക്കൻഡ് ടേം എന്താണ് മൈനസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്സുകളാണ്. 1 മൈനസ് √3 ആയിരിക്കും. കാരണം ഇത് എന്ന് പറയുന്നത് മൈനസ് ടേം ആണല്ലോ. അത് പ്ലസിലേക്ക് വരാനുള്ള ഒരു കണ്ടീഷൻ എന്തായാലും നമുക്ക് കോസിന്റെയും സൈനിന്റെയും വാല്യൂ സൈൻ 60 കോസ് 30 എന്താണ് പോസിറ്റീവ് വാല്യൂസ് ആണ്. സോ 1 മൈനസ് √3 ആണ് ആൻസർ. ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണത്. ഓക്കെ, സോറി. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം.